ലോകത്തിലെ ഏറ്റവും വലിയ കാട് ആമസോൺ മഴക്കാട്. ഇന്നും മനുഷ്യർ ആമസോൺ മഴക്കാട് മുഴുവനും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മനുഷ്യർ ഇന്നേ വരെ കാണാത്തതും കേൾക്കാത്തതുമായ പല ജീവികൾ ആമസോൺ മഴക്കാടുകളിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് ആമസോൺ മഴക്കാടുകളിലെ വളരെയധികം അപകടകാരിയും ഭയാനകവുമായ രാക്ഷസന്മാരായ ജീവികളെയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗും അതേപോലെ പുതിയ അറിവുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും മെർസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 1, ഗോൾഡൻ ഡാർട്ട് ഫ്രോഗ്. ഈ വീഡിയോക്ക് ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് രാക്ഷസന്മാരെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടി തവളയെ പരിചയപ്പെടുത്തിയാൽ ഉറപ്പായും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും അല്ലെ? എന്നാൽ വെയിറ്റ് ഗൈസ്, ഈ തവളയെ കുറിച്ച് അറിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഷോക്കാവും. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു തവള ഇനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ കുറച്ച് മാത്രമേ ഇന്ന് ഭൂമിയിൽ ജീവനോടെയുള്ളൂ. നല്ല ഗോൾഡൻ നിറത്തിലുള്ള വളരെ ചെറിയ തവളയാണ് ഇത്. വെറും 0.5 തൊട്ട് 2 ഇഞ്ചസ് വലുപ്പം മാത്രമേ ഇവർക്കുള്ളൂ. ഇനി ഈ ലോകത്തിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഏറ്റവും വിഷമേറിയ ജീവി ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് വേറെ ആരുമല്ല, അത് ഈ കുട്ടി തവളയാണ്. ഗോൾഡൻ ഡാർട്ട് ഫ്രോഗ് എന്ന് കൂടാതെ ഇവർക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അതാണ് ഗോൾഡൻ പോയിസൺ ഫ്രോഗ്. ഇവരെ കാണാൻ വളരെ ചെറുതും ക്യൂട്ടുമൊക്കെയാണ്. എന്നാൽ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു വിഷമാണ് ബെട്രാക്ക ടോക്സിൻ. ഈ വിഷമാണ് ഈ കുട്ടി തവളയുടെ ശരീരത്തിലുള്ളത്. സോ നിങ്ങൾ ഈ തവളയെ തൊട്ടാൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം. നമ്പർ 2, ഹാർപ്പി ഈഗിൾ. പരുന്തുകൾ അപകടകാരികളാണ് എന്ന് നമ്മൾക്കറിയാം. എന്നാൽ പരുന്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അപകടകാരിയായ പരുന്ത് ഇനം എന്ന് പറയുന്നത് ഹാർപ്പി ഈഗിൾസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും, ഏറ്റവും ശക്തനായിട്ടുള്ള കരടി ഇനം എന്ന് പറയുന്നത് ഗ്രിസ്ലി കരടികളാണ്. അവർക്ക് വളരെ വലിയ മൂർച്ചയുള്ള നഖങ്ങളാണുള്ളത്. അതേ സെയിം സൈസിലുള്ള നഖങ്ങളാണ് ഈ പരുന്തുകൾക്കും ഉള്ളത്. അതായത് ഇവർക്ക് മൂർച്ചയുള്ള 3-4 ഇഞ്ചസ് ഒക്കെ വലുപ്പമുള്ള നഖങ്ങളാണുള്ളത്. ഇവർക്ക് വളരെയധികം തടിച്ച നല്ല മസ്കുലർ ആയിട്ടുള്ള കാലുകളാണുള്ളത്. ഇനി ഇവർ ശക്തരാണ് എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മെയിൽ ഹാർപ്പി ഈഗിളിന്റെ ഭാരം എന്ന് പറയുന്നത് വെറും 4 തൊട്ട് 5 കിലോഗ്രാംസ് ആണ്. അതേസമയം ഒരു ഫീമെയിൽ ഹാർപ്പി ഈഗിളിന്റെ ഭാരം 6 തൊട്ട് 9 കിലോഗ്രാംസ് ആണ്. അതായത് സ്ത്രീകളാണ് പുരുഷനേക്കാൾ ഭാരമേറിയതും ശക്തരും അതേപോലെ കൂടുതൽ അപകടകാരിയും. ഇനി ഇതല്ല നമ്മൾക്ക് പ്രധാനം. വെറും 5-9 കിലോഗ്രാംസ് ഭാരമുള്ള ഈ പരുന്തുകൾക്ക് ഒരു മനുഷ്യ കുട്ടിയെ വരെ എടുത്തു പൊക്കാൻ സാധിക്കുന്നതാണ്. സോ ഒരു മനുഷ്യനെ ഈ ഹാർപ്പി ഈഗിൾസിന് എളുപ്പത്തിൽ കൊല്ലാൻ സാധിക്കും. അതേപോലെ ഇവരുടെ വലുപ്പത്തേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ജീവികളെയും ഇവർക്ക് ആക്രമിച്ച് കൊന്നു തിന്നാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഹാർപ്പി ഈഗിൾസിനെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള പക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്പർ 3, ദ ഇലക്ട്രിക് ഈൽ. ഗൈസ്, അടുത്തത് നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് ഈ ലോകത്തിൽ തന്നെ കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവിയെ കുറിച്ചാണ്. സോ അതൊരു മീനാണ്. ഇത് കണ്ട് ഇതൊരു പാമ്പാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. സോ ഇതാണ് ഇലക്ട്രിക് ഈൽ അഥവാ ഇലക്ട്രിക് ഫിഷ്. ഇവർക്ക് 800 വോൾട്സ് വരെ കറന്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഈ ഒരു ശക്തി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രധാനമായി 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്നാമത്തത്, ഇവർക്ക് ഈ കറന്റ് ഉപയോഗിച്ച് ഇവരുടെ ഇരയെ കൊന്നു തിന്നാം. അതേപോലെ ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ട് ഇവരെ കടിച്ചാൽ ആ ആക്രമിക്കാൻ വന്ന ജീവിക്ക് ഷോക്ക് ഏൽക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഒരു പട്ടി ഒരു ഇലക്ട്രിക് ഈലിനെ കടിക്കുകയും ആ പട്ടിക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യുന്നത് കാണാം. അതേപോലെ ഇവിടെ ഒരു മീൻപിടുത്തക്കാരന്റെ ചൂണ്ടയിൽ കുടുങ്ങിയത് ഒരു ഇലക്ട്രിക് ഈലായിരുന്നു. അങ്ങനെ ഈ ഈലിനെ മോഷ്ടിച്ച് തിന്നാൻ വന്ന മുതല ആ ഈലിനെ കടിക്കുകയും ഷോക്കേറ്റ് ചത്തുപോവുകയും ചെയ്തു. ഇനി മനുഷ്യർ ഇവരുടെ ഷോക്കേറ്റ് മരണപ്പെടുമോ? അത് നമ്മൾക്ക് നോക്കാം. ഇവരുടെ ഷോക്കേറ്റാൽ നമ്മൾ മരണപ്പെടില്ല. എന്നാൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇലക്ട്രിക് ഈലുള്ള അതേ വെള്ളത്തിൽ നിന്ന് നീന്തുകയാണ്. ആ സമയം ഇലക്ട്രിക് ഈലിന്റെ കറന്റ് നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാൽ ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് നിങ്ങളുടെ ബോധം പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരും നിങ്ങളെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുന്നതാണ്. നമ്പർ 4, ഗ്രീൻ അനാക്കോണ്ട. ഗൈസ്, ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനെ നമ്മൾക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന വെറും 15% ആളുകൾ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗും എഡ്യൂക്കേഷണൽ പരമായ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ
നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദി ടോപ്പിക്. സോ ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ളതും മാത്രമല്ല ഏറ്റവും ഭാരമേറിയതുമായ പാമ്പാണ് ഗ്രീൻ അനാക്കോണ്ട. റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ഗ്രീൻ അനാക്കോണ്ടയ്ക്ക് 8.43 മീറ്റേഴ്സ് വലുപ്പമുണ്ടായിരുന്നു. അതേപോലെ 227 കിലോഗ്രാംസ് ഭാരവും. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഇതിനേക്കാൾ വലുപ്പമുള്ളതും ഭാരമേറിയതുമായ ഗ്രീൻ അനാക്കോണ്ടാസ് എന്തായാലും കാട്ടിലുണ്ടാവും. ഇവർക്ക് ഒരു സാധാരണ മനുഷ്യനെ മുഴുവനായിട്ടും തിന്നാൻ സാധിക്കും. എന്നാൽ ഇവർ ഒരു വിഷമില്ലാത്ത പാമ്പാണ്. വളരെയധികം ശക്തിയുള്ളത് കൊണ്ട് തന്നെ ഇവർ മനുഷ്യരെ പിടിച്ചാൽ അവരെ ശ്വാസം മുട്ടിച്ച് മുറുക്കി കൊല്ലും. എന്നിട്ട് അവരെ മുഴുവനായും തിന്നുന്നതാണ്. നമ്പർ 5, കാൻഗറൂ ഫിഷ്. അപ്പോൾ ഒരു മീനിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഇനി മറ്റൊരു വ്യത്യസ്തമായ മീനിനെ പരിചയപ്പെടാം. സോ ഈ മീൻ ഒരു പാരസിറ്റിക് ഫിഷ് ആണ്. അതായത് ഈ മീനുള്ള വെള്ളത്തിലെ കൂടി നിങ്ങൾ നീന്തുകയാണെങ്കിൽ ഈ മീൻ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് കയറും. അതിനുശേഷം ശരീരത്തിൽ കയറി നിങ്ങളുടെ രക്തം വലിച്ചു കുടിക്കുന്നതാണ്. നമ്പർ 6, ദ ടാപ്പിയർ. ഗൈസ്, ഈ ഒരു മൃഗത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവരെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവർ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇന്ന് ഭൂമിയിൽ 3000-ൽ കുറവ് ടാപ്പിസ് മാത്രമേ ജീവനോടെയുള്ളൂ. ഇനി ഇവരെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളെ പെട്ടെന്ന് കാണുമ്പോൾ പഞ്ചപാവമായിട്ട് തോന്നും. എന്നാൽ ഇവർ പെട്ടെന്നായിരിക്കും വയലന്റ് ആവുക. അങ്ങനെ ഇവർ മനുഷ്യരെ അല്ലെങ്കിൽ ഇവരുടെ അടുത്തുള്ള മറ്റുള്ള ജീവികളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 7, ദ ബ്ലാക്ക് കെയ്മൻ. ഇതൊരു മുതലയല്ല, മുതലയുടെ കസിൻ ആണ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. സോ അലിഗേറ്റർ ഫാമിലിയിലെ ഏറ്റവും വലിയ ഇനമാണ് ബ്ലാക്ക് കെയ്മൻ. ഇവരുടെ ശരീരം കുറച്ചുകൂടെ വീതിയുള്ളതാണ്. അതേപോലെ ഇവർക്ക് വളരെ നീളമുള്ള വാലാണുള്ളത്. ഇനി ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇവരുടെ കണ്ണുകളും മൂക്കും തലയുടെ മുകൾ ഭാഗത്തായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ശരീരം മുഴുവനും വെള്ളത്തിൽ മുക്കി വെച്ച് കണ്ണ് മാത്രം പുറത്തിട്ട് ഇരയെ നോക്കാം. നല്ല കട്ടി കറുപ്പ് നിറമായതുകൊണ്ട് തന്നെ ആരും ഇവരെ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കുകയുമില്ല. ബ്ലാക്ക് കെയ്മൻസ് മനുഷ്യരും ആക്രമിച്ചതായി പല റിപ്പോർട്ടുകളുണ്ട്. നമ്പർ 8, റെഡ് ബെല്ലീഡ് പിറാന. ഈ മീനിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾക്ക് കഴുകന്റെ ഒരു സ്വഭാവം ഒന്ന് നോക്കാം. കഴുകന്മാർ മനുഷ്യരെയും വലിയ മൃഗങ്ങളെയൊക്കെ തിന്നാറുണ്ട്. എന്നാൽ കഴുകൻ ഒരിക്കലും ജീവനുള്ള ഒരു ജീവിയും കൊല്ലില്ല. അവർ ഒരു സ്കാവെഞ്ചർ ആണ്. അതായത് ചത്തുപോയ ജീവികളെ മാത്രമേ അവർ തിന്നുകയുള്ളൂ. മനുഷ്യരെയും അവർ തിന്നുന്നതാണ്. ഇനി കഴുകനും ഈ റെഡ് ബെല്ലീഡ് പിറാനയും എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ആമസോൺ നദിയിലെ കഴുകനാണ് റെഡ് ബെല്ലീഡ് പിറാന എന്ന് നമ്മൾക്ക് പറയാം. കാരണം സാധാരണ മീനുകൾ ചെറിയ വസ്തുക്കൾ മാത്രമേ തിന്നു. എന്നാൽ ഇവർക്ക് വളരെയധികം മൂർച്ചയുള്ള പല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ ചത്തുപോയ ജീവികളെ പോലും വെള്ളത്തിൽ നിന്ന് തിന്നാൻ സാധിക്കുന്നതാണ്. നമ്പർ 9, ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. ഗൈസ്, നിങ്ങൾ ഒരു ആർക്കനോഫോബിയയിലെ ആളാണോ? അതായത് സ്പൈഡേഴ്സിനെ പേടിയുള്ള ഒരു കണ്ടീഷനെയാണ് ആർക്കനോഫോബിയ എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ചിലന്തികൾ കാരണം ഒരു പേടി ഉണ്ടായാൽ അത് ട്രോമയായി മാറിയാൽ ജീവിതകാലം മുഴുവനും മനസ്സിൽ ആ പേടി ഉണ്ടാവും. സോ ആ ഒരു കണ്ടീഷനെയാണ് ആർക്കനോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി. ആമസോൺ മഴക്കാടുകളിലെ ഗോലിയാത്ത് ബേർഡ് ഈറ്റർ ടെറാൻസുല. പക്ഷികളെ തിന്നുന്ന ചിലന്തി ആയതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഗോലിയാത്ത് ബേർഡ് ഈറ്റർ എന്ന് പേര് വന്നത്. നമ്പർ 10, ജയന്റ് റിവർ ഓട്ടർ. കണ്ടാൽ വളരെ ക്യൂട്ട് എന്ന് തോന്നിക്കുന്ന ജീവിയാണ് ഓട്ടേഴ്സ്. എന്നാൽ ഇവർ ഇവരുടെ ഇരയെ തിന്നുന്നത് കണ്ടാൽ ഇവരുടെ തനി സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വളരെയധികം അഗ്രസീവ് ആയിട്ടും ക്രൂരമായിട്ടുമാണ് ഇവർ ഇവരുടെ ഇരയെ ആക്രമിക്കാറുള്ളതും അതേപോലെ തിന്നാറുള്ളതും. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.